ഹായ് ഹലോ, ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ജനുവരി 1 2026 ബാംഗ്ലൂർ സാഗർ നഗറിൽ ലഞ്ച് കഴിക്കാനായിട്ട് പോയ വീഡിയോ ആണ്. ഞങ്ങൾ പോയത് നന്ദന പാലസിലാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടുന്ന് എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കണ്ടാലോ. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്ത് തന്നെ ഡിസ്പ്ലേയിൽ അവിടുത്തെ ഫുഡ് ഐറ്റംസിൻ്റെയും ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. ലെഫ്റ്റിൽ താഴത്തായിട്ട് ബാംബൂ ചിക്കൻ കാണാം. അപ്പം അതൊന്ന് ഓർഡർ ചെയ്തു. നല്ല ചൂട് വറക്കുന്ന ബാംബൂവിൽ വേവിച്ചെടുത്ത ചിക്കൻ്റെ പീസാണ്. ഇതധികം അങ്ങനെ കാണാത്തൊരു ബാംബൂ ചിക്കൻ ഞങ്ങൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഇത് ഫസ്റ്റ് ട്രൈ ആണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ഐറ്റം നമ്മുടെ കേരളത്തിൽ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണ് കഴിച്ചതെന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. അധികം റെഡ് ചില്ലി പൗഡർ ഒന്നും ചേർക്കാതെ ക്രഷ്ഡ് ചില്ലി ജിഞ്ചർ ആ ഒരു പേസ്റ്റ് പോലെയുള്ള ഒരു ഇതിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൂടാതെ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ പുതിന ഇട്ടിട്ടുള്ള ഒരു ചട്നിയാണ്. അത് രണ്ടും കൂടി നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ പ്രതിവേട്ടൻ വാങ്ങിയിട്ടുള്ളത് മീൽസാണ്, വെജ് മീൽസും പിന്നെ നമ്മുടെ ഈ ചിക്കൻ ഐറ്റംസൊക്കെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നുണ്ട്. ദാൽ കറി, സാമ്പാർ, രസം എല്ലാം ഉണ്ട്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ മിക്സഡ് നൂഡിൽസാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, പുറത്ത് പോയ സമയത്ത് എപ്പോഴും ഞാൻ നൂഡിൽസാണ് വാങ്ങാറുള്ളത്. വീട്ടിൽ നിന്ന് ഫുൾ എപ്പോഴും റൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനെ ഒരു ഇഷ്ടം എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ നൂഡിൽസ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? അവിടെ പ്ലേറ്റിലല്ല കേട്ടോ, ഇലയിൽ തന്നെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. പക്ഷെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. കിച്ചുവിന് എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത് നാട്ടി സ്റ്റൈൽ മട്ടൺ ബിരിയാണിയാണ്. അതാണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യൽ. എല്ലാ ഫുഡും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഴിച്ച് തീരാനായിട്ട് കുറച്ച് ടൈം എടുത്തു കേട്ടോ. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. എന്നാൽ അവരുടെ സെർവിങ് ഒക്കെ രീതി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഞങ്ങളുടെ ഡെസേർട്ടൊക്കെ എത്തി തുടങ്ങി. ഇത് ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ആണ്. എന്നാൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മാംഗോ മലായി മട്ക ആണ്. നമ്മുടെ ഈ റസ്ഗുല്ല മാംഗോ ആ ഒരു കോമ്പിനേഷനാണ് അതിൽ വരുന്നത്. മൈ ഫേവറേറ്റ് ഫ്രൂട്ട് ഈസ് മാംഗോ. അതുകൊണ്ട് തന്നെ ഏത് ഡിഷായാലും നമ്മുടെ പുഡിംഗ് ആയാലും ഐസ്ക്രീം ആയാലും കേക്ക്സ് ആയാലും ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും മാംഗോ ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. ആ ഒരു നമ്മൾ സ്പൂൺ കൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശരിക്കും ആ ഒരു നമുക്ക് മനസ്സിലാവും. അതിന് മധുരം എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിലായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് മാംഗോ മട്ക മലായി ആണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് കുറേശ്ശെ ഷെയർ ചെയ്തു. ചെറിയ മട്ക ആയതുകൊണ്ട് അത് പെട്ടെന്ന് കാലിയായിട്ടോ. അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിറങ്ങുന്ന സമയത്ത് അവരുടെ കുറച്ച് പ്രോഡക്റ്റ് അവിടെ ഡിസ്പ്ലേക്കായിട്ട് വെച്ചിരുന്നു. അതിൽ നിന്ന് ഇഡ്ലി പൊടി വാങ്ങിച്ചു കിച്ചു. അങ്ങനെ നമ്മുടെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് താഴത്തായിട്ട് ഒരു പാനിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ട് കുട്ടിക്കാലത്ത് എപ്പോഴോ കഴിച്ചതാണ് കേട്ടോ ഞാൻ ഈ പാന്. നല്ലൊരു മധുരവും ഒരു നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു നമ്മുടെ വെറ്റിലിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം കൂടി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബായ്.